അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. നൂറെ ഹബീബ് മജ്ലിസിനെ കുറിച്ച് ധാരാളം വീഡിയോകൾ ഈ ചാനലിൽ വരാറുണ്ട്. നിങ്ങളുടെയൊക്കെ വളരെ മികച്ച ഒരു പിന്തുണയുമായിട്ട് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നുമുണ്ട്. ഞാൻ ഇന്നലെ ഒരു പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അഥവാ ഏത് രൂപത്തിലുള്ള ചാനലുകൾ ഈ വീഡിയോയിൽ വരണം എന്നുള്ളത്. അപ്പോൾ കൂടുതൽ ആളുകളും ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ വരണം എന്നുള്ള ഇതിലേക്കാണ് നമുക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ എൻ്റെ സമയത്തിനനുസരിച്ച് നമുക്ക് പുതിയ വിഷയങ്ങളിലേക്ക് കടന്നു പോകാം. ഏതായാലും ഇന്ന് ഞാൻ നൂറെ ഹബീബിൻ്റെ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ 2 ദിവസം മുമ്പ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ പുതിയ ഒരു വിവാഹം നടത്തുന്ന സമൂഹ വിവാഹത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ, ആ ഫോമോ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ. ആ ഒരു മജ്ലിസിൽ, അത് ഓപ്പണായിട്ട് നടന്നൊരു മജ്ലിസായിരുന്നു. ആ മജ്ലിസിൽ നൂറെ ഹബീബിലേക്ക് ഒഴുകി വന്നത് കോടികളാണ് എന്ന് ചിലരൊക്കെ അഭിപ്രായം പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടു. തങ്ങളതിൽ കോടികൾ എത്ര വേണമെങ്കിൽ നമുക്ക് വിഷയമില്ല എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ പോലും, കോടികൾ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. പക്ഷേ ആ കല്യാണങ്ങൾ നടത്തണമെങ്കിൽ കോടികൾ ചിലവുണ്ട്. ആ സമയമാകുമ്പോഴേക്കും അത് കിട്ടും. അല്ലാഹു അത് കിട്ടുന്ന രൂപത്തിലേക്ക് ആക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. കാരണം ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ, ഇത്രയും നല്ല സമൂഹ സേവനങ്ങൾ ചെയ്യുന്നവരുണ്ടാകുമ്പോൾ അതിന് നമ്മൾ കഴിയുന്ന രൂപത്തിൽ സഹായിക്കുക എന്നുള്ളത് നമ്മളെ കടമയാണ്. കുറേ ആളുകൾ അങ്ങനെ നമുക്ക് പരിചയമുള്ളവരുണ്ട്, പല രൂപത്തിൽ നന്മ സമൂഹത്തിന് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ പദ്ധതികളാണ് ഹമീദ് ആറ്റക്കോയത്തങ്ങളുടെ നേതൃത്വത്തിലുള്ള നൂറെ ഹബീബും അതിൻ്റെ അനുയായികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എത്രയോ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. തങ്ങളെക്കുറിച്ച് പലരും പറയുന്ന പല വിമർശനങ്ങളിലും ഇപ്പോൾ നമ്മൾ കേട്ട് തഴമ്പിച്ചു. കാരണം അതൊന്നും ഒരു വിലയില്ലാത്ത രൂപത്തിലേക്ക് ആ വിമർശനങ്ങളായി എന്നുള്ളതാണ് സത്യം. വിമർശനങ്ങളും വിമർശകരും തളരുമ്പോഴും തങ്ങളും ഈ സംഘവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് തങ്ങൾ പ്രഖ്യാപിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, കൂട്ടത്തിൽ അന്ന് നടത്താൻ കഴിയാതെ പോയിട്ടുള്ള 2 ഹൈന്ദവ സഹോദരിമാരുടെ കല്യാണം ഈ അടുത്ത് തന്നെ നടക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിക്കാനുള്ള സംവിധാനത്തിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഞാൻ പഴയ വീഡിയോയിലും സൂചിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രത്യേകിച്ച് ദുആ ചെയ്ത് എല്ലാവരും മുന്നോട്ട് പോവുക. വീഡിയോ കാണുമ്പോൾ ഞാൻ പറയുന്നത് പോലെ തന്നെ മുഴുവനായും കണ്ട് അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെയൊക്കെ ഉയരങ്ങളിൽ എത്തിക്കുമാറാവട്ടെ. ധാരാളം പ്രയാസങ്ങൾ നമുക്കൊക്കെ ഉണ്ട്, അള്ളാഹു അതൊക്കെ ദൂരീകരിച്ച് തരുമാറാവട്ടെ. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല 2 പ്രഭാഷകന്മാരുടെ പ്രഭാഷണവും ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാരൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അതിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ പവറുകളെക്കുറിച്ചും അത് ചെല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഗുണങ്ങൾ നമുക്ക് വേണമെന്നില്ല. നമുക്കതിൻ്റെ ഒരു അംശം കിട്ടിയാൽ തന്നെ എന്താണ്, അൽഹംദുലില്ലാ, നമ്മുടെ ജീവിതം ഉഷാറായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വലാത്തുൽ ഫാത്തിഹി ചെല്ലുമ്പോൾ ആ പറഞ്ഞ രൂപത്തിലൊക്കെ നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക. നമ്മൾ ചെല്ലുന്ന ഓരോ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെയും പവർ ആണ് ഈ നൂറെ ഹബീബ് മജ്ലിസിൻ്റെ ഉയർച്ച എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം നമുക്ക് ഇജാസത്ത് തന്നത്, അല്ലെങ്കിൽ ഇത് പഠിപ്പിച്ചു തന്നത് ആരാണ്? ചൊല്ലാൻ. അവരിലേക്കാണ് അതിൻ്റെ പ്രതിഫലങ്ങളിൽ ഒരംശം പോവുക. അഥവാ നമുക്ക് കിട്ടുന്ന കൂലിയിൽ നിന്ന് കുറച്ച് അവർക്ക് എടുത്തു കൊടുക്കുമെന്നല്ല, നമ്മൾ ചെല്ലുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേക കൂലി ലഭിക്കുമെന്നുള്ളതാണ്. അവർക്ക് ആരിൽ നിന്നാണോ വന്നത് അവർക്കും കൂലി ലഭിക്കും. ആ രൂപത്തിലൊരു ശൃംഖലയായിട്ടാണ് സ്വലാത്തുകൾ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും പ്രത്യേകം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അമലുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ, അത് നടക്കുമ്പോൾ വളരെ കൃത്യമായ രൂപത്തിൽ ഒരു തെറ്റൊന്നുമില്ലാതെ, അതുപോലെ തന്നെ നല്ല വേഷവിധാനത്തിൽ ഇസ്ലാം പറയുന്ന രൂപത്തിലൊക്കെ വേഷം ധരിച്ച സ്ത്രീകളൊക്കെ അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൃത്യതയുണ്ടാകും. നമ്മളെ ലൈഫിനൊരു മുന്നേറ്റമുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ധാരാളം ആളുകൾക്ക് സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട്
അതിൻ്റെ ബറക്കത്ത് ലഭിച്ചവരുണ്ട്. കുറേ ആളുകൾ പലരുടെയും കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാം, വർഷങ്ങളായിട്ട് സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലുന്ന ഫാമിലികളുണ്ട്. അവർക്കൊക്കെ അതിൻ്റെതായിട്ട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഒരു ദിവസം 10 തവണ ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലിയിട്ട് തുടരുക. പിന്നെ നൂറെ ഹബീബിൻ്റെയും മറ്റു ലൈവുകളൊക്കെ കാണുന്നവർക്ക് നോർമലി ആയിട്ട് അത് കൂട്ടത്തിൽ ചൊല്ലാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അതിനായിട്ട് ആ സമയം നിൽക്കുമ്പോൾ 10 ഒന്നല്ല, അവർ ആ കറക്റ്റ് എണ്ണം ചൊല്ലിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നൂറെ ഹബീബ് മജ്ലിസിൽ നടക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞത് ഈ സ്വലാത്തുൽ ഫാത്തിഹും അതുപോലെ തന്നെ മറ്റു അവിടെ നടക്കുന്ന സൽക്കർമ്മങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു സൽക്കർമ്മങ്ങളൊക്കെ ഇത്ര രൂപത്തിൽ, അഥവാ ഈ പാവങ്ങളെ സഹായിക്കലും യത്തീമക്കളെ സഹായിക്കലും പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കലും പാവപ്പെട്ട നിർധനരായ കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കലും മറ്റുള്ള എല്ലാ കാര്യങ്ങളുടെയും അടിത്തറ, അതിൻ്റെ വിജയം എന്ന് പറഞ്ഞത് സ്വലാത്തുൽ ഫാത്തിഹ ആണ് എന്നതാണ് ഈ ഇത്ര വർഷങ്ങൾ കൊണ്ട് അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന ഒരാളുടെ നാവ് ഒരിക്കലും അള്ളാഹു ആ ആളെ ഒരിക്കലും തട്ടുകയില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നിരുന്ന വാക്കുകളും സൂക്ഷിക്കേണ്ട വാക്കുകളാണ്. അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ഇഷ്ടത്തോടെയും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടക്കേടോടെയും സമീപിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ നൂറെ ഹബീബ് തങ്ങൾ പലപ്പോഴും പറയുന്നത് കാണാം, എനിക്കാരെയും എന്തില്ല, ശത്രുക്കളില്ല. ശത്രുക്കളുണ്ടെങ്കിലും എനിക്ക് അവർക്ക് മിത്രങ്ങളെ പോലെയാണ്, ഞാൻ ആരെയും വെറുക്കുന്നില്ല എന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിമർശിക്കുന്നവർക്കൊക്കെ സമാധാനിക്കാം. അല്ലെങ്കിൽ വലിയൊരു ആപത്തിലേക്കാണ് വിമർശകർ പോകുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. സ്വലാത്തുൽ ഫാത്തിഹും അതുപോലെ തന്നെ മറ്റു സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ അധികരിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വരാനുള്ള മാസങ്ങളിലും വളരെ നല്ല രൂപത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.